വലിയ മാമച്ചൻ ഒരു കൃഷിക്കാരനും കൂടിയായിരുന്നു. ഒരു വശത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന വലിയൊരു ദൈവദാസൻ, മറുവശത്ത് വലിയൊരു കൃഷിക്കാരനായിരുന്നു. ഒരു ദിവസം സ്തോത്രം, അദ്ദേഹം തൻ്റെ പറമ്പിൽ വാഴ ഇങ്ങനെ വെച്ച്, വാഴക്കൊലയൊക്കെ നന്നായിട്ട് കൊലച്ച്, ഇങ്ങനെ നിറയെ വാഴക്കൊല നന്നായിട്ട് മൂറ്റി ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. എങ്ങാണ്ട് അദ്ദേഹം മീറ്റിങ്ങിന് പോയിട്ട് സ്തോത്രം തിരിച്ചു വന്നപ്പോൾ, വീട്ടിലേക്ക് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരാണ്ട് ഇപ്രകാരം മാമച്ചൻ ഉപദേശിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എടാ മാമച്ച, സ്തോത്രം പ്രസംഗിച്ച് നടന്നോ? നിൻ്റെ കൊല ആണുങ്ങൾ കൊണ്ടുപോയി. പ്രസംഗിച്ച് നടന്നോ? നിൻ്റെ വാഴക്കൊലയുണ്ടല്ലോ, ആണുങ്ങൾ കൊണ്ടുപോയി. ദൈവദാസൻ വീട്ടിൽ കയറാൻ വേണ്ടി വരിക. അപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ വാഴക്കൊല ആണുങ്ങൾ കൊണ്ടുപോയി, നീ പുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിച്ച് നടന്നോ? ഉടനെ ആ പുസ്തകം ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഗബ്രിയേലേ, മിഖായേലേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ നീ എന്തോ കാര്യം നോക്കുകയായിരുന്നു. ഗബ്രിയേലേ, ഞാൻ പരകാര്യം നോക്കിയല്ല നടന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ നീ എന്തോ നോക്കുകയായിരുന്നു. ധാരാണ്ട് വീട്ടിലേക്ക് ഓടി വരിക, ചുമ്മാ വരികയല്ല, ഏതാണ്ട് ചുമ്മിക്കൊണ്ട് വരിക. ചുമ്മാ വരികയല്ല, ചുമ്മിക്കൊണ്ട് മാത്രമല്ല, നിലവിളിച്ചിട്ട് വരിക. നിലവിളിച്ചിട്ട് വന്ന് അവർ പറഞ്ഞു, ഓദേശി, ഞങ്ങളോട് ക്ഷമിക്കണം, അറിയാതെ ഓദേശിയുടെ വാഴക്കൊല മുറിച്ചതാണ്. പക്ഷെ അപ്പം മുതൽ ഞങ്ങളുടെ സ്വസ്ഥത ഹത്തം ഹോകയാ. ചുരുക്കി പറയട്ടെ, ഉപദേശിക്ക് ഫ്രീ ആയിട്ട് ആ വാഴക്കൊല മുറിക്കാൻ ഒരു കള്ളനെ ദൈവം ഇടപാട് ചെയ്തു. In the name of Jesus. ഈ പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൂതദാനം, നീ അവന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ കാര്യം നോക്കും. നീ അവന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ തലമുറയുടെ കാര്യം നോക്കും.